എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 28-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ജഗദീശ ഭവത്പരാ തദാനീം കമനീയാ കമലാ ബഭൂവ ദേവി അമലാമവലോക്യയാം വിലോല സകലോപി സ്പൃഹയാം ബഭൂവലോക. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ജഗദീശ, ഹേ ജഗദീശ്വര. ഭവത്പര, അങ്ങയിൽ ലയിച്ച മനസ്സോടെ. തദാനീം, അപ്പോൾ. കമനീയ, കമനീയയായ ലക്ഷ്മീ ദേവി, അതായത് അങ്ങയിൽ അനുരക്തയും സുന്ദരിയുമായ ദേവി. കമലാ ബഭൂവ ദേവി, ലക്ഷ്മീ ദേവി ആവിർഭവിച്ചു, അതായത് പാലാഴിയിൽ നിന്നും പൊങ്ങി വന്നു. അമലാം അവലോക്യ യാം, അമലാം യാം അവലോക്യ. അമലാം എന്ന് പറയുമ്പോൾ അമലയായ, പരിശുദ്ധയായ, അതായത് ദോഷരഹിതയായ, യാം യാതൊരു ദേവിയെ, അവലോക്യ കണ്ടിട്ട്, വിലോല മനസ്സിളകി, സകലോപി സകല, അപി സർവജനങ്ങളും, സ്പൃഹയാം ബഭൂവ താൽപ്പര്യത്തോടെ ആശിച്ചു ആ ദേവിയെ, അതായത് അവരെല്ലാം കൊതിച്ചു. ആരൊക്കെ? ലോകത്തുള്ള സർവരും. ആരാ വന്നിരിക്കുന്ന? ലക്ഷ്മി ദേവിയല്ലേ. ലക്ഷ്മിയെ ആർക്കാ ഇഷ്ടമില്ലാത്ത? ആ സമയത്ത് ഇന്ദ്രാദികൾ ലക്ഷ്മി ദേവിയെ യഥാവിധി പൂജിക്കുകയാണ്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഹേ ജഗദീശ, അനന്തരം അങ്ങയിൽ ലയിച്ച മനസ്സോടുകൂടിയ കമനീയയായ ലക്ഷ്മീ ദേവി ആവിർഭവിച്ചു. പരിശുദ്ധയായ ദേവിയെ കണ്ട് എല്ലാ ജനങ്ങളും താൽപ്പര്യത്തോടെ ആശിച്ചു. ഹരേ കൃഷ്ണ.